ഹലോ എവ്രി വൺ. +1 അക്കൗണ്ടൻസി എക്സാമിൽ ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ. അപ്പം എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് കോമൺലി ചോദിക്കുന്ന കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. സോ അത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോകാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ മെയിൻലി നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസസും ഡയറക്റ്റ് ഇൻകംസുമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ കാണിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം അതിന്റെ ഒരു ഫോർമാറ്റ് സെറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഐറ്റംസും എവിടെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുമല്ലോ. അതായത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകംസുമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി ബാലൻസ് ഷീറ്റിനകത്ത് എന്താണ്? അസറ്റ്സും ലയബിലിറ്റീസും ആണ്. ഓക്കെ, അപ്പം ചെറുതായിട്ട് അതിന്റെ ഫോർമാറ്റ് നോക്കുകയാണ് എങ്കിൽ എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് വരുന്നത് ഡയറക്റ്റ് ഇൻകം ആണ് അല്ലെ. ഡയറക്റ്റ് ഇൻകം എന്ന് പറയുമ്പോൾ സെയിൽസ് ഉണ്ടായിരിക്കും. റിട്ടേൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഓക്കെ, റിട്ടേൺ മൈനസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്, അത് നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് എഴുതേണ്ട ഐറ്റമാണ് എന്ത്? ഓപ്പണിംഗ് സ്റ്റോക്ക്. അതുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ് എന്ത്? പർച്ചേസസ് അല്ലെ. അപ്പൊ പർച്ചേസസ് എടുത്തെഴുതാം. പർച്ചേസസ് റിട്ടേൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, ഇനി ബാക്കി വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസസ് എന്തൊക്കെയാണ്? നമുക്ക് വേജസ് ഉണ്ടെങ്കിൽ വേജസ്, അതുപോലെ തന്നെ ക്യാരേജ് ഇൻവേർഡ്, ഓക്ട്രോയ്, അതുപോലെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്തെഴുതാം. ഓക്കെ, എന്നിട്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്, ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ളത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഗ്രോസ് പ്രോഫിറ്റ്. ഇനി നേരെ റിവേഴ്സ് ആണെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. നമ്മൾ എത്രയാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രോസ് ലോസിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് സൈഡിലേക്ക് അത് ബ്രോ ഡൗൺ ചെയ്യുന്നു. ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലേക്ക് എടുത്തെഴുതുന്നു. ഗ്രോസ് ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിലേക്ക് എടുത്തിടണം. ഇനി ബാക്കി വരുന്ന എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് അല്ലെ, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസസ് ഉണ്ടല്ലോ. എന്തൊക്കെയാണ്? സാലറി ഉണ്ട്, അതുപോലെ തന്നെ സാലറി, അതുപോലെ തന്നെ എന്താണ്? ക്യാരേജ് ഔട്ട്വേർഡ്, ഡിപ്രിസിയേഷൻ, ഇലക്ട്രിസിറ്റി, അതുപോലെയുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന, അതായത് ഡയറക്റ്റ് അല്ലാതെ ബാക്കി വരുന്ന എല്ലാ എക്സ്പെൻസസും എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതാം. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഇൻകംസ് ഉണ്ടായിരിക്കും അല്ലെ. എന്തൊക്കെയാണ്? കമ്മീഷൻ റിസീവ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ റെന്റ് റിസീവ്ഡ്, അല്ലെങ്കിൽ എന്താണ്? ഡിസ്കൗണ്ട് റിസീവ്ഡ്. അങ്ങനെ എന്തൊക്കെ മറ്റ് ഇൻകംസ് നമുക്ക് വരുന്നുണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് എടുത്തെഴുതണം. ഓക്കെ, ഇൻഡയറക്റ്റ് ഇൻകംസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് സൈഡിലേക്ക് എടുത്തെഴുതുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യുക. ആ ബാലൻസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? നമ്മുടെ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്, ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ളത് നെറ്റ് പ്രോഫിറ്റ് ആണ്. നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ആണെങ്കിലോ, ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിൽ നെറ്റ് ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസിന് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിനോട് കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ക്യാപിറ്റലിനോട് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. നെറ്റ് ലോസ് ആണെങ്കിൽ ക്യാപിറ്റലിൽ നിന്നും മൈനസ് ചെയ്തിട്ടാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പം ജനറലി ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെന്റ്സോട് കൂടിയിട്ടാണ് ചോദിക്കാറുള്ളത് അല്ലെ. അപ്പം അവിടെ കോമൺലി ചോദിച്ചു വരുന്ന ചില അഡ്ജസ്റ്റ്മെന്റ്സിന്റെ അതെങ്കിലും പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ്സിൽ വരുന്ന കാര്യങ്ങൾ 2 സ്ഥലങ്ങളിൽ റെക്കോർഡ് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എന്താണ് കൂൾ ഓഫ് ടൈം കിട്ടും അല്ലെ. ആ ഒരു സമയത്ത് നേരെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോയിട്ട് ഓരോ ഐറ്റംസും എവിടെയൊക്കെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. ഒരു ഐറ്റം വിട്ട് കളയരുത്. വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാലൻസ് ഷീറ്റ് ടാലി ആവില്ല. ഓക്കെ, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ്സിനകത്ത് വരുമ്പോൾ ഓരോ കാര്യങ്ങളും, അതായത് ഇപ്പോൾ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? വേജസിനോട് കൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഇത് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 40,000, ദെൻ പർച്ചേസസ് 1,20,000, സെയിൽസ് 3,40,000, സെയിൽസ് റിട്ടേൺ 4,000, വേജസ് 22,000, ക്യാരേജ് ഇൻവേർഡ് 6,000, സാലറി 30,000, റെന്റ് 20,000, then commission received 8,000, debtors 40,000, creditors 60,000, cash at bank 6,300, furniture 1,50,000, capital 60,300, drawings 4,000. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ്ലി ഒന്ന് റീഡ് ചെയ്യുക. എന്നിട്ട് എന്തൊക്കെയാണ് അഡീഷണൽ ഇൻഫർമേഷൻ വരുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ തന്നെ വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഓക്കെ, ഇനി റെന്റ് പ്രീപെയ്ഡ് ഉണ്ട്. സോ റെന്റിനോട് കൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യണം? ഒന്ന് സർക്കിൾ ചെയ്തിടാം. ഓക്കെ, നെക്സ്റ്റ് പ്രൊവൈഡ് ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ. ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിപ്രിസിയേഷൻ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഉണ്ട്. ഓക്കെ, സോ ആ പ്രൊവിഷനും, അതായത് ഡെപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രൊവിഷൻ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് ഫസ്റ്റ് റീഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഓരോ ഐറ്റംസ് നമ്മൾ എവിടെയാണ് എടുത്ത് എഴുതേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അതായത് ഇപ്പൊ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതണം. പർച്ചേസസ് എന്താ ചെയ്യേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതാം. സെയിൽസ് ഉണ്ട്, സെയിൽസ് റിട്ടേൺ ഉണ്ട്. ഓക്കെ, ഇത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യാം. നെക്സ്റ്റ് വൺ വേജസ് 20,000 അല്ലെ, 22,000. വേജസ് എവിടെ വരും? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് നമുക്ക് എഴുതണം. അതുപോലെ വേജസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അല്ലെ. എന്താണ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്? വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് 2,000. അപ്പം ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്, അതായത് ഏതൊരു എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിക്കോട്ടെ, അത് നമ്മൾ എന്ത് ചെയ്യണം? ആ കൺസേൺഡ് എക്സ്പെൻസസിനോട് കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ വേജസിനോട് കൂടെ എന്ത് ചെയ്യാം? ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്ന് പറയുന്നതാണ് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ലയബിലിറ്റി ആണ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും വേണം. ഓക്കെ, രണ്ട് സ്ഥലത്താണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ വേജസിനോട് കൂടെ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ ക്യാരേജ് ഇൻവേർഡ് ആണ്. അതും എന്ത് തന്നെയാണ്? ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അല്ലെ. സോ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എടുത്ത് എഴുതുന്നു. നെക്സ്റ്റ് വൺ സാലറി ആണ്. സാലറി എവിടെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെ. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതാം. നെക്സ്റ്റ് വൺ റെന്റ് ആണ് 20,000. റെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അല്ലേ. എന്താണ്? പ്രീപെയ്ഡ് റെന്റ്. പ്രീപെയ്ഡ് റെന്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യാം. ഓക്കെ, 2,000 നമ്മൾ മൈനസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു എക്സ്പെൻസ് നമ്മൾ അഡ്വാൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ അത് അസറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്രീപെയ്ഡ് റെന്റ് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുകയും വേണം. ഓക്കെ, അപ്പം ഏതൊരു എക്സ്പെൻസ് ആയിക്കോട്ടെ അത് കൺസേൺഡ് എക്സ്പെൻസസിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് നമ്മൾ കാണിക്കുക. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യുക. റെഡി ആയില്ലേ? ഇനി റെന്റ് എവിടെ വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ്. നെക്സ്റ്റ് കമ്മീഷൻ റിസീവ്ഡ് ആണ് 8,000. ഇൻകം ആണ് അല്ലെ, ഇൻഡയറക്റ്റ് ഇൻകം ആണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതുന്നു. ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എവിടെയാ വരിക? അസറ്റ്സ് ആണ്. ഓക്കെ, ഇനി ഡെപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രൊവിഷൻ ഉണ്ട് 5%. സോ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. അറ്റ് ദ സെയിം ടൈം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെപ്റ്റേഴ്സിൽ നിന്നും മൈനസ് ചെയ്തിട്ട് കാണിക്കുകയും വേണം. ഓക്കെ, ഇനി ക്രെഡിറ്റേഴ്സ് 60,000 ഉണ്ട്. അതെന്താണ്? ലയബിലിറ്റി ആണ്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കാം. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുന്നു. ഫർണിച്ചർ 1,50,000 ഉണ്ട് അല്ലെ. അപ്പം ഇവിടെ നമുക്ക് ഡിപ്രിസിയേഷൻ ഉണ്ട് 10%. സോ ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ, ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫർണിച്ചർ എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും അല്ലെ. ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം? ഫർണിച്ചറിൽ നിന്നും ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഇനി ക്യാപിറ്റൽ ഉണ്ട്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഡ്രോയിങ്സ് ഉണ്ട്, അതും ലയബിലിറ്റി സൈഡിൽ. അതായത് ക്യാപിറ്റലിനോട് കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക ആൻഡ് ദെൻ ഡ്രോയിങ്സ് മൈനസ് ചെയ്തിട്ടും കാണിക്കാം. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? അസറ്റ് സൈഡിൽ കാണിക്കുകയും വേണം, അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുകയും വേണം.
ഓക്കെ, ഇത്രത്തോളം കാര്യങ്ങളാണ് ചെയ്യാനായിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് എന്തൊക്കെ വരും? ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000, പർച്ചേസസ് 1,20,000, വേജസ് 22,000, അതിനോടുകൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ആഡ് ചെയ്യുന്നു 2,000, നമുക്ക് 24,000 കിട്ടുന്നു. ക്യാരേജ് ഇൻവേർഡ്. ഓക്കെ, ക്യാരേജ് ഇൻവേർഡിന്റെ എമൗണ്ട് വന്നിട്ട് എത്രയാണ്? 6,000. ഇനി ക്രെഡിറ്റ് സൈഡിൽ വരുമ്പോൾ നമുക്ക് സെയിൽസ് ഉണ്ട് 3,40,000, അതിൽ നിന്നും റിട്ടേൺ 4,000 മൈനസ് ചെയ്യുക, 3,10,000 ആയി. ക്ലോസിംഗ് സ്റ്റോക്ക് 40,000 വരും. അങ്ങനെ ടോട്ടൽ 3,50,000 ആണ് വരുന്നത്. ഗ്രോസ് പ്രോഫിറ്റ്, ഓക്കെ, ഡെബിറ്റ് സൈഡ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് 1,60,000 വരും. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രോ ഡൗൺ ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് 1,60,000. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് സാലറി ഉണ്ട് 30,000, റെന്റ് 20,000, പ്രീപെയ്ഡ് റെന്റ് 2,000 മൈനസ് ചെയ്യുന്നു. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 2,000 ഉണ്ട്. ഡിപ്രിസിയേഷൻ 15,000 ആൻഡ് ഇവിടെ കമ്മീഷൻ റിസീവ്ഡ് ഉണ്ട് 8,000 അല്ലേ? അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. 8,000 കമ്മീഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ വരുന്നത് 1,68,000 ആണ്. ആൻഡ് അതിൽ നിന്ന് നമ്മൾ ഡെബിറ്റ് സൈഡ് ടോട്ടൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടും? 1,03,000 കിട്ടും. ഇത് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാ വരിക? ക്യാഷ് അറ്റ് ബാങ്ക് 6,300, ഡെപ്റ്റേഴ്സ് 40,000, ആ പ്രൊവിഷൻ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ദെൻ പ്രീപെയ്ഡ് റെന്റ് അസറ്റ് ആണെന്ന് പറഞ്ഞു, അതെന്ത് ചെയ്യണം? അസറ്റ് സൈഡിൽ കാണിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് 40,000, ഫർണിച്ചർ 1,50,000 ആണ്. അതിൽ നിന്നും ഡിപ്രിസിയേഷൻ 15,000 മൈനസ് ചെയ്യുന്നു, 1,30,000 വരും. ഓക്കെ, ഇനി ലയബിലിറ്റീസ് നോക്കുമ്പോൾ നമുക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ട് 60,000, ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് 2,000, നെക്സ്റ്റ് ക്യാപിറ്റൽ 60,300 ഉണ്ട്. അതിനോടുകൂടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക, ഡ്രോയിങ്സ് മൈനസ് ചെയ്യാം. അങ്ങനെ ടോട്ടൽ ബാലൻസ് ഷീറ്റ് എത്ര വരും? 2,21,300 വരും. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പം ഓരോ ഐറ്റംസും, അതായത് ഇപ്പോൾ വേജസ് ആണെങ്കിൽ അത് എവിടെയാണ് വരിക, ഓക്കെ, അങ്ങനെയുള്ള രീതിക്ക് പഠിച്ചു വെച്ചേക്കാം. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അഡ്ജസ്റ്റ്മെന്റ്സിന്റെ കേസിൽ അത് 2 സ്ഥലങ്ങളിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഈ അഡ്ജസ്റ്റ്മെന്റ്സിനകത്ത് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഡിപ്രിസിയേഷൻ, അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. അതുപോലെ തന്നെ ഫോർമാറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പം എല്ലാവരും നന്നായിട്ട് നിങ്ങളുടെ അക്കൗണ്ടൻസി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.